എന്താണ് ഈ തേയ്മാനം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നീ റീപ്ലേസ്മെൻറ്റ് സർജറിയിൽ നമ്മളത് ഈ വെക്കുന്ന മുട്ട് അത് എന്ത് മെറ്റലാണ്, അത് പിന്നെ എത്ര നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര ഇതിനൊരു ഒരു ഒരു ലൈഫ് പീരീഡ് ഉണ്ടോ? തേയ്മാനത്തിന് പാരമ്പര്യമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? കാരണം എൻ്റെ അച്ഛനുണ്ട്, അമ്മയ്ക്കുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കൾക്ക് വരാൻ മറ്റേ നമ്മൾ സാധാരണ ഹാർട്ട് അസുഖങ്ങളോ അല്ലെങ്കിൽ ഷുഗർ പറയുന്ന പോലെ ഈ തേയ്മാനത്തിന് ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു ഘടകമുണ്ട് വരുന്നു. ഇപ്പോൾ തുടക്കത്തൊരു സ്റ്റേജിൽ സർജറി ഇല്ലാതെ മരുന്നുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ഓയിൻമെൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ? വെൽക്കം ടു ക്യൂർ പോഡ്കാസ്റ്റ്. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മൾക്കിടയിൽ വളരെ സാധാരണമായി കാണുന്നതും നമ്മൾ കേൾക്കുന്ന ഒരു പ്രശ്നമാണ് മുട്ടുവേദന. ഈ മുട്ടുവേദനയെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വന്നിരിക്കുന്നത് ആലപ്പുഴ സാൻജോസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ ജെഫേഴ്സൺ ആണ്. ഡോക്ടർ ജെഫേഴ്സൺ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. മുട്ടുവേദന നമ്മളുടെ വീട്ടിൽ ഒന്നെങ്കിൽ അമ്മമാർക്ക് ഇപ്പം അല്ലെങ്കിൽ ഒരു 40 വയസ്സ് അല്ലെങ്കിൽ 35 വയസ്സ് കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ നമുക്കറിയാം, പലർക്കും അറിയാം ഇത് ഒരു തേയ്മാനത്തിൻ്റെ പ്രശ്നമാണെന്നറിയാം. അപ്പോൾ എന്താണ് ഈ തേയ്മാനം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാമോ ഡോക്ടർ? ഇപ്പം പ്രായത്തിന്റെ മാറ്റങ്ങൾ മൂലം ഒരു മനുഷ്യന്റെ തലമുടി നരയ്ക്കുന്ന പോലെയും കണ്ണിൽ തിമിരം വരുന്ന പോലെയും അല്ലെങ്കിൽ ത്വക്ക് ചുളിയുന്ന പോലെയും ഉണ്ടാകുന്ന ഒരു വിഷയം തന്നെയാണ് നമുക്ക് മുട്ടിലെ പ്രായത്തിന്റെ മാറ്റങ്ങൾ മൂലം വരുന്ന തേയ്മാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തേയ്മാനം കൂടുന്നതനുസരിച്ച് ഒരു മനുഷ്യന് പ്രാഥമികമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ അവൻ പുറകോട്ട് പോവുകയും എന്നിട്ട് വീടിന്റെ പരിസരങ്ങൾ ഒതുക്കപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭത്തിലേക്ക് അവൻ എത്തുമ്പോഴത്തേക്കും അവന്റെ ജീവിതത്തിലുള്ള ആ ക്വാളിറ്റി ഓഫ് ലൈഫ്, ആ വ്യക്തിക്ക് ആ ജീവിതത്തിലുള്ള ക്വാളിറ്റി ഓഫ് ലൈഫ് നഷ്ടപ്പെടുന്ന ഒരു ഫേസിലേക്ക് പോകുമ്പോഴത്തേക്കും അതുപോലുള്ള വ്യക്തിക്ക് ഇതുപോലുള്ള മുട്ടുമാറ്റിക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്നതുകൊണ്ട് അവരുടെ പഴയ ജീവിതത്തിലേക്ക് അവർക്ക് ഒരു നിയർ നോർമൽ ലൈഫിലേക്ക് അവർക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ടാകാൻ സാധാരണ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായി തുടങ്ങും. അവർക്ക് അവരുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് അവർക്ക് ചെയ്യാനായിട്ട് അതിനു വേണ്ടി പോകാനായിട്ട് ഇപ്പം അവർക്ക് വീടിനകത്ത് തന്നെയാണെങ്കിൽ അവർക്ക് ബാത്റൂമിൽ വരെ പോകാനായിട്ടുള്ള ഒരു പ്രയാസമായി വരുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവർക്ക് വീട്ടിലെ കിച്ചണിലേക്ക് പോകാനായിട്ടുള്ള ഒരു പ്രയാസം, അത്രയും പോലും ദൂരം അവർക്ക് നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നു, അല്ലെങ്കിൽ അവർക്ക് വിനോദയാത്രയ്ക്ക് പോകാനായിട്ട് പറ്റാതാകുന്ന ഒരു സിറ്റുവേഷൻ, വീട്ടിലുള്ള ബാക്കി എല്ലാവരും ഒരു ടൂറിന് പോകുന്നു, ഇവർക്ക് മാത്രം ഇപ്പം വീട്ടിലെ അമ്മമാർക്ക് മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, പോകാൻ പറ്റാത്തൊരു സന്ദർഭം, അല്ലെങ്കിൽ അവരെ കൊണ്ടുപോകണമെങ്കിൽ അവരെ വീൽ ചെയറിൽ കൊണ്ടുപോകേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. പിന്നെ അതുപോലെ അവർക്ക് സോഷ്യൽ ഗ്യാതറിങ് ഫങ്ഷൻസ്, ഫാമിലി ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത, ബാക്കിയുള്ളവരെല്ലാവരും നടന്ന് മുന്നോട്ട് ഓടി പോകുമ്പോഴത്തേക്കും ഇവർ മാത്രം പിന്നോട്ട് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ പോലെ, നടക്കാൻ പറ്റാത്തത് മൂലം അവരങ്ങനെ ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ. കാരണം വേദനയല്ലേ കൂടുതലും മോസ്റ്റ് കോമൺ കംപ്ലൈന്റ് പേഷ്യന്റിന് വരുന്നതെന്ന് പറയുന്നത് പെയിൻ തന്നെയാണ്. ആ പെയിൻ കൂടാതെ അവർക്ക് വരുന്ന വേറെ കംപ്ലൈന്റ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റെബിലിറ്റി, നടക്കാൻ നേരത്ത് മുട്ട് ഇടർന്ന പോലുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ നടക്കുമ്പോൾ മുട്ടിനകത്ത് പിടുത്തം വന്ന് ലോക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ, ഇത് പോലുള്ള കണ്ടീഷൻസ്, അല്ലെങ്കിൽ നടക്കുമ്പോൾ മുട്ടിനകത്ത് എരയുന്ന പോലെ ഒരു സൗണ്ട് കേൾക്കുന്ന പോലെ, ക്രെപ്പിറ്റസ് എന്ന് പറയും നമ്മൾ, അതുപോലുള്ള സൗണ്ട് കേൾക്കുന്നത് മൂലം ഉണ്ടാകുന്ന പെയിൻ, ഇതുപോലുള്ള കണ്ടീഷൻസ് ഉള്ളത് കാരണമാണ് ഈ മുട്ടിന് ഉള്ള ആക്ടിവിറ്റീസ് റെസ്ട്രിക്ഷൻ വരുന്ന ഈ വ്യക്തിക്ക്. ചിലപ്പം പിന്നെ നമുക്ക് ഈ മുട്ട് തേയ്മാനത്തിൽ മുട്ടിനകത്ത് എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്, അതൊന്ന് സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാമോ? അപ്പോൾ മുട്ടിനകത്ത് നമുക്ക് ഇങ്ങനെ കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് തുടയുടെ മസില്, ചിരട്ട. അത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് മുട്ടിനകത്ത് മെയിൻ ആയിട്ടുള്ള 2 ലിഗമെന്റാണ് വരുന്നത്. അതിൽ മുന്നിലുള്ള ലിഗമെന്റ് ആണ് ACL ലിഗമെന്റ്, പിന്നെ പുറമേ ഉള്ള ലിഗമെന്റ് PCL ലിഗമെന്റ് ആണ്. പിന്നെ 2 വാഷർ ബുഷ് പോലുള്ള 2 എണ്ണം ഉണ്ട്, മെനിസ്കസ് എന്ന് പറയും. സൈഡിലുള്ള 2 ലിഗമെന്റ് ഉണ്ട്. എന്നിട്ട് ഈ ചിരട്ട ഇതിനകത്ത് ഫ്ലോട്ട് ചെയ്ത് കിടക്കാനായിട്ടുള്ള ഒരു ജോയിന്റ് ഫ്ലൂയിഡ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് വരുന്ന നോർമൽ സ്ട്രക്ചേഴ്സ്. അതിനകത്ത് വരുന്ന തകരാറ് മൂലം പിന്നെ തരുണാസ്ഥി, കാർട്ടിലേജ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക്. അപ്പൊ ഈ ഓരോ സ്ട്രക്ചറിനും വരുന്ന ഡാമേജസ് മൂലം ഉണ്ടാകുന്നതാണ് അവരിൽ ഉള്ള ഓരോ ലിമിറ്റേഷൻസ് ഉണ്ടാക്കുന്ന അവരുടെ ജീവിതം. പ്രായം മൂലം ഈ പറയുന്ന സ്ട്രക്ചേഴ്സിന് തേയ്മാനം ഉണ്ടാകുകയും. യെസ്. അപ്പം പ്രായം മൂലം ഉണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ വേറെ പല അസുഖങ്ങൾ, വാദം മൂലം ഉണ്ടാകുന്ന ഇഷ്യൂസ് ഉണ്ട്, ആർത്രൈറ്റിസ് ഉണ്ട്, ആമവാദം, അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ അവർക്ക് അവരുടെ ചെറുപ്രായത്തിൽ ഉണ്ടായേക്കുന്ന ഇഞ്ചുറീസ്, ഒന്നുകിൽ ആക്സിഡന്റ് വല്ലതും സംഭവിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ് അവർക്ക് ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പം സ്കിൻ ഡിസീസസ്, ഇപ്പൊ സോറിയാസിസ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതുമൂലം ജോയിന്റ് ഡാമേജ് ഉണ്ടായിട്ടുണ്ടാകാം. അപ്പൊ ഇതെല്ലാം ആണ് പലതരത്തിലുള്ള വാദത്തിലേക്കും അല്ലെങ്കിൽ ആർത്രൈറ്റിസിലേക്കും പേഷ്യന്റിന്റെ ജീവിതത്തിൽ എത്തിപ്പെടാനായിട്ടുള്ള കാരണങ്ങൾ. അപ്പം ഏറ്റവും പ്രധാനമായ കാരണം എന്ന് പറയുന്നത് പ്രായം തന്നെ ആയിരിക്കും അല്ലേ?
പ്രായത്തിന്റെ മാറ്റങ്ങൾ മൂലം വരുന്ന ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് ഓർ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ് ഏറ്റവും കോമൺ കോസ് മുട്ട് തേയ്മാനത്തിന്റെ. അത് കഴിഞ്ഞിട്ടുള്ള കോസ് ആണ് നമ്മൾ ആമവാദം വരുന്നത്, റൊമറ്റോയിഡ് ആർത്രൈറ്റിസ്. അത് കഴിഞ്ഞ് മൂന്നാമത് വരുന്നതാണ് ഈ നേരത്തെ പറഞ്ഞ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കാരണം വരുന്നത്. അത് പക്ഷേ സ്പോർട്സ് നമുക്ക് ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ അല്ല തേയ്മാനം വരുന്നത്, ഒരു 15 വർഷം 20 വർഷം കഴിയുമ്പോഴത്തേക്കുമാണ് അതുമൂലമുള്ള തേയ്മാനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അല്ലെ, ഈ സ്പോർട്സ് റിലേറ്റഡ് ഇഞ്ചുറിയിൽ നമുക്ക് കേട്ടിട്ടുണ്ട് ലിഗമെന്റ് ഇഞ്ചുറി അല്ലെ മെനിസ്കൽ ഇഞ്ചുറി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം കറക്റ്റ് ടൈമിൽ നമ്മൾ അതിൻ്റെതായ ഒരു ആർത്രോസ്കോപ്പിക് റിപ്പയറോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യത ഉണ്ടോ? അതെ, നമ്മൾ ഇപ്പൊ ഒരു പേഷ്യന്റ് ഇപ്പം വേദനയായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ മെയിൻ ആയിട്ട് കോസ് ഓഫ് പെയിൻ ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. ഒന്നുകിൽ അത് എക്സ്റേ മൂലം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് MRI അതുപോലുള്ള സ്കാനുകൾ എടുത്തിട്ടായിരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമുക്കൊരു ലിഗമെന്റ് റിലേറ്റഡ് ഇപ്പം തേയ്മാനം അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി വരുന്നതെന്ന് പറയുന്നത് ആദ്യം ലിഗമെന്റ് എന്ന് പറയുന്നത് പേശി, അല്ലെങ്കിൽ മെനിസ്കസ് എന്ന് പറയുന്ന വാഷർ, അല്ലെങ്കിൽ തരുണാസ്ഥി എന്നുള്ള കാർട്ടിലേജ്, ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിനായിരിക്കും സംഭവിക്കുന്നത്. അപ്പൊ അതിലേക്ക് വരുന്ന ഡാമേജസ് ആണെങ്കിൽ, അതിന് ഇഞ്ചുറി ആയിട്ടുള്ള അല്ലെങ്കിൽ പരിക്കുകൾ മൂലം വരുന്ന എന്തെങ്കിലും കോസ് ആണെങ്കിൽ നമുക്കത് കീ ഹോൾ സർജറി വെച്ച് നമുക്കത് അഡ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ലിഗമെന്റ് ആണ് പോയിരിക്കുന്നെങ്കിൽ നമ്മൾ ഡാക്കോദ്വാര ശസ്ത്രക്രിയ ചെയ്ത് പുതിയ പേശിയെ വെച്ച് കൊടുക്കാം. വാഷറാണ് കീറിയിരിക്കുന്നെങ്കിൽ നമുക്കതിനെ കീ ഹോൾ ചെയ്ത് നമുക്ക് റിപ്പയർ ചെയ്യാം. തരുണാസ്ഥിയാണ് പോയിരിക്കുന്നെങ്കിൽ തരുണാസ്ഥി തിരിച്ച് വെച്ച് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ കീ ഹോൾ വഴി ചെയ്യണം. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് മുട്ട് മുന്നോട്ട് തേഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ടുള്ള ജോയിന്റ് റെസ്റ്റോറേറ്റീവ് കണ്ടീഷൻസ് ആണ്, അല്ലെങ്കിൽ ജോയിന്റ് സേവിങ് കണ്ടീഷൻസ് ആണ്. പക്ഷെ ഇതെല്ലാം പോയി കഴിഞ്ഞിട്ടാണ് പേഷ്യന്റ് വരുന്നെങ്കിൽ നമുക്ക് കീ ഹോളിൽ കൂടെ അത് അഡ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് വരും. അപ്പൊ അതുപോലുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി അഡ്വൈസ് ചെയ്യുന്നതും. അതുപോലുള്ള സർജറി ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് തിരിച്ച് അവരുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള രീതിയായി വരും. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ തേയ്മാനം ഉണ്ടാകാനുള്ള കാരണങ്ങൾ മനസ്സിലായി. നമ്മളിനി ഇപ്പോൾ ഒരു ഓൾഡ് ഏജിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു വയസ്സായ ആൾക്കാരിലുണ്ടായ ഒരു പ്രശ്നമാണെന്ന് മനസ്സിലായി. ഇത് നമുക്കിപ്പോൾ ഒരു 40 അല്ലെങ്കിൽ 30 കഴിഞ്ഞോ അല്ലെങ്കിൽ 35 40 കഴിഞ്ഞ ആൾക്കാരിൽ ഇപ്പം നമ്മളിപ്പോൾ പലർക്കും ഇത് സജസ്റ്റ് ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ എന്താ പറയുക ഒരു മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഒന്നുകിൽ അവരുടെ ഓവർ വെയിറ്റ് കാരണം അമിതമായിട്ടുള്ള ഭാരം മൂലം അവർക്ക് വന്നിരിക്കുന്ന ഇഷ്യൂസ്, അവർക്ക് ചെറുപ്പം മുതലേ നല്ല ഭാരമായിട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ചെറുപ്പം മുതലേ ഡയബറ്റീസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ തൈറോയിഡ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുമൂലം വണ്ണം വെച്ചിട്ട് ഒബീസ് ആയിട്ടുള്ള ഹൈ ബോഡി BMI വെയിറ്റ് ഈസ് ദ മെയിൻ റീസൺ. അത് കഴിഞ്ഞിട്ട് ഉള്ളത് മാത്രമേ ഉള്ളൂ ഈ സ്പോർട്സ് ഇഞ്ചുറി റിലേറ്റഡ് ആയിട്ടുള്ള വരുന്നത്. ഇപ്പൊ അവർക്ക് ചിലപ്പോൾ 14 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സ് അതുപോലുള്ള വയസ്സിൽ അവർക്കൊരു ഇഞ്ചുറി വന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് അവർ കറക്റ്റ് ചെയ്യാതെ വീണ്ടും ഒരു 15 വർഷം അല്ലെങ്കിൽ 20 വർഷം മുന്നോട്ട് ജീവിക്കുമ്പോൾ അത് ഒരു 30-35 വയസ്സ് വരെ ആകുമ്പോഴത്തേക്ക് ഓൾറെഡി ജോയിന്റ് ഡാമേജ് ആയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ 35 വയസ്സേ അവർക്ക് ആയിട്ടുള്ളെങ്കിൽ പോലും അവർക്ക് ജോയിന്റ് റീപ്ലേസ്മെന്റ് മാത്രമേ നമുക്ക് ആ കണ്ടീഷനിൽ ചെയ്തു കൊടുക്കാൻ പറ്റും. ഇതൊരു റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇവർക്കിപ്പം ചെറുപ്പം മുതലേ അവരുടെ ചില ആൾക്കാർക്ക് കാലിനൊരു അമിതമായ വളവുണ്ടാവും കാലിന്. അതിന് നമ്മൾ മെക്കാനിക്കൽ ആക്സിസ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ഡ്രോ ചെയ്യും എക്സ്റേയിൽ അല്ലെങ്കിൽ നമ്മൾ അസസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ പ്ലാനിങ്ങിൽ. അപ്പൊ ആ മെക്കാനിക്കൽ ആക്സിസ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഇപ്പൊ അതൊരു ഇമാജിനറി ലൈനാണ്. നമ്മൾ ഇടുപ്പിന്റെ ജോയിന്റും മുട്ടിന്റെ കണ്ണയുടെ ജോയിന്റും നമ്മൾ ചേർത്ത് വെക്കണമെങ്കിൽ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ ഈ 3 ജോയിന്റും ആ ഒരു വരയിൽ വേണം വീഴാൻ. അപ്പൊ മുട്ടിന് വളവുള്ള അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ മുട്ടിന് വളവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ആ ചെറുപ്രായത്തിൽ ആ വളവ് കറക്റ്റ് ചെയ്ത് കൊടുക്കുക വേണ്ട. നമ്മൾ ആ മെക്കാനിക്കൽ ആക്സിസിനെ തിരിച്ച് റെസ്റ്റോർ ചെയ്തെടുക്കുക വേണ്ട. ആ അലൈൻമെന്റ് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ അലൈൻമെന്റ് തെറ്റിയ അലൈൻമെന്റുള്ള മുട്ടുമായിട്ട് അവർ മുന്നോട്ട് ജീവിക്കും തോറും ഈ പറഞ്ഞ 30 or 35 ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും അവർക്ക് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ലാതെ. അപ്പം ഈ ചെറുപ്രായത്തിൽ നമ്മൾ ആ അലൈൻമെന്റ് കറക്ഷൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് ആ മുട്ട് നേരെയാക്കി കൊടുക്കാനും അലൈൻമെന്റ് ആ ആക്സിസ് നേരെയാക്കി കൊടുക്കാനും ഈ പറയപ്പെടുന്ന ആക്സിസ് അല്ലെങ്കിൽ അലൈൻമെന്റ് ആക്സിസ് എന്ന് പറയുന്നത് അതിനകത്തൂടെയാണ് വെയിറ്റ് ഇറങ്ങുന്നത്. ദാറ്റ് ഈസ് ദ വെയിറ്റ് ബെയറിംഗ് ആക്സിസ് ആണ്. ഒരു മനുഷ്യന്റെ വെയിറ്റ് അതിൽ കൂടെയാണ് ഇറങ്ങുന്നത്. അപ്പൊ ആ വെയിറ്റ് ഇറങ്ങേണ്ട ലൈന് തെറ്റിക്കിടക്കുമ്പോൾ മുട്ടിന്റെ ഉൾഭാഗം ഇപ്പൊ നടുക്കൂടെ ആ വര മുട്ടിന്റെ നടുക്കൂടെ പോകേണ്ടതിന് പകരം മുട്ടിനുള്ളിൽ കൂടെ ആയിരിക്കും പോകുന്നത്. അപ്പൊ മുട്ടിന്റെ ഉൾഭാഗത്തൂടെ പോകുമ്പോൾ ആ വശമായിരിക്കും കൂടുതൽ തേഞ്ഞു പോകാൻ പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഭാഗം മാറ്റി വെക്കേണ്ടി വരും.
ഓക്കെ, ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ സാർ, അപ്പൊ അടുത്തൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അത് നമ്മൾ മോറർലെസ് നമ്മളൊരു വണ്ടിയുടെ കാര്യത്തിലാണ് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്കിപ്പം ഒരു വണ്ടിയുടെ നമ്മളിപ്പോൾ വണ്ടി സർവീസിന് കയറ്റുന്നു, വർക്ക്ഷോപ്പിൽ കയറ്റുമ്പോഴത്തേക്കും വീൽ ബാലൻസ്, വീൽ ബാലൻസിങ് അല്ലെങ്കിൽ അലൈൻമെന്റ് ചെയ്യുന്നത് എന്തിനാ? അതെ, അലൈൻമെന്റ് തെറ്റിക്കിടക്കുന്ന വണ്ടി ടയർ വെച്ചിട്ടാണെങ്കിൽ ആ വണ്ടി മുന്നോട്ട് ഓടും. പക്ഷെ ടയർ തേഞ്ഞു പോകും. ഒരു വശം ആ ടയറിന്റെ കാലക്രമേണ തേഞ്ഞു പോകും. ആ തേഞ്ഞു പോകുന്നതിന് ഒരു പരിധിയുണ്ട്. അതെ, ആ ടയറിനകത്തുള്ള കമ്പി പുറത്തേക്ക് കണ്ടുവരുന്ന ഒരു സന്ദർഭം വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഈ പറഞ്ഞ അലൈൻമെന്റും ബാലൻസിങ്ങും ചെയ്തിട്ട് കാര്യമില്ലാത്ത ഒരു സിറ്റുവേഷൻ വരും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ടയർ മാറ്റേണ്ടി വരും. മനസ്സിലായി. സോ കമ്പാരറ്റീവ്. ഓക്കെ, ഫൈൻ. സാർ, ഇപ്പോൾ നമുക്ക് ഈ നല്ലൊരു മുട്ടിന് വേണ്ടി നമുക്ക് ഇങ്ങനൊരു പ്രശ്നത്തിലേക്ക് പോകാതിരിക്കാൻ, അത് മുട്ട് തേയ്മാനം അത് കുറയ്ക്കാൻ, അല്ലെങ്കിൽ നമുക്കറിയാം ഇതൊരു ഏജിൻ്റെ പ്രശ്നമാണെന്ന് മനസ്സിലായി, ചിലപ്പം പ്രായമാകുമ്പോൾ വരാം. പക്ഷേ ഒരു യങ് ഏജ് ആൾക്കാരോട് ഇത് വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രിവെൻറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം? അതെ, ഡയറ്റ് സംബന്ധമായിട്ടാണെങ്കിൽ നമ്മൾ ഡയറ്റ് റിച്ച് ഇൻ കാൽഷ്യം നമ്മൾ കഴിക്കുക എന്നുള്ളതാണ്. ഇപ്പം പാല്, മുട്ട, ചീസ്, നട്ട്സ് അതുപോലുള്ള ഫുഡ് ഐറ്റംസിനാണ് നമുക്ക് കൂടുതലും കാൽഷ്യം, വൈറ്റമിൻ ഡി ഒക്കെ കിട്ടുന്നത്. പിന്നെ കഴിയുന്നത്രയും അവരവരുടെ ബോഡി വെയിറ്റ് ആണെങ്കിൽ വിത്തിൻ ലിമിറ്റ്സ് നിർത്താൻ നോക്കണം. BMI എന്ന് പറയുന്നത് വിത്തിൻ ലിമിറ്റ്സ്, ഒരു ലെസ് ദാൻ 25 ആ ഒരു ലിമിറ്റിലേക്ക് നിർത്താനായിട്ട് അവർ ശ്രമിക്കണം. പിന്നെ എക്സസൈസസ് ഡെയിലി ചെയ്യാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായി? എക്സസൈസ് ചെയ്യുക, സ്ട്രെച്ചിങ് ചെയ്യുക. എക്സസൈസ് എന്ന് പറയുന്നത് മുട്ടിന് വേണ്ടി മാത്രമല്ല, ഫുൾ എങ്ങനെയുള്ള എക്സസൈസ് ആണ്, അല്ലെങ്കിൽ മുട്ടിന് മാത്രമായിട്ടുള്ള എന്തെങ്കിലും എക്സസൈസ് ഉണ്ടോ? മുട്ടിൽ മാത്രമായിട്ടുള്ള മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ഉണ്ട്. നമുക്ക് തുടയുടെ എക്സസൈസ് ആണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. തുടയുടെ ഫ്രണ്ടിൽ ഉള്ള മസിലിനെ ബലപ്പെടുത്തുക, സൈഡിലുള്ള മസിലിനെ ബലപ്പെടുത്തുന്നുണ്ട്, ഉൾഭാഗത്തുള്ളത് ബലപ്പെടുത്തുന്നുണ്ട്, പുറകു ഭാഗം തുടയുടെ ബാക്ക് സൈഡ് ബലപ്പെടുത്തുന്ന രീതിയിലുള്ള എക്സസൈസുകളുണ്ട്. ആ എക്സസൈസുകൾ ചെയ്ത് തുടയുടെ മസിലിനെ നമ്മൾ ബലപ്പെടുത്തി കഴിയുമ്പോൾ അരയ്ക്ക് മേളിൽ നിന്ന് വരുന്ന ലോഡ് മുട്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരാതെ ആ ലോഡ് മസിൽ ഷെയർ ചെയ്യും. മസിൽ ഷെയർ ചെയ്യുമ്പോൾ ആ വെയിറ്റ് മൊത്തം മുട്ടിലേക്ക് ഇറങ്ങാതിരുന്നോളും. പക്ഷെ വീക്ക് മസിൽസ്, തൈ മസിൽസ് ബേസിക്കലി വീക്ക് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ അരയ്ക്ക് മേളിൽ നിന്നുള്ള വെയിറ്റ് മൊത്തം മുട്ടിലേക്ക് ഇറങ്ങും. അങ്ങനെ ഡാമേജസ് കൂടും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സിറ്റിംഗ് പോസ്റ്റേഴ്സ് ആണ്. അവർ നിലത്തുള്ള ഇരിപ്പ്, ക്രോസ് ലെഗ്ഡ് സിറ്റിംഗ്, ചമ്രം മണിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന രീതി, ഡീപ്പ് സ്ക്വാറ്റിംഗ്, ഇതുപോലുള്ള കാര്യങ്ങൾ കഴിയുന്നത്രയും മുട്ടിന് ഡാമേജസ് ഉണ്ടാക്കുന്നതാണ്. അത് അവോയ്ഡ് ചെയ്യാൻ നോക്കണം. ഇരിക്കാൻ നിർബന്ധമാണെങ്കിൽ കാല് നീട്ടി വെച്ചൊക്കെ ഇരിക്കും. അതുപോലെ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത് ആണെങ്കിലും കഴിയുന്നതും അതിന്റെ ഫ്രീക്വൻസി കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. സ്റ്റെപ്പ് കയറരുതെന്ന് നമുക്കൊരു വ്യക്തിയോട് പറയാൻ പറ്റത്തില്ല. അല്ല സാർ, മുട്ട് തീരുമാനം ഇല്ലാത്ത ഒരാളും സ്റ്റെപ്പ് കയറരുതെന്നാണ് പറയുന്നത്. അതാ പറഞ്ഞത്, സ്റ്റെപ്പ് കയറരുതെന്ന് നമുക്കൊരു മനുഷ്യനോട് പറയാൻ പറ്റത്തില്ല. സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നതിന്റെ ഫ്രീക്വൻസി കുറയ്ക്കുക ആസ് ഫാർ ആസ് പോസിബിൾ. അല്ല, മുട്ടിന് ഞാൻ ചോദിക്കുന്നത്, നമ്മൾ സ്റ്റെപ്പ് കയറുന്നതാണോ അല്ലെ ഇറങ്ങുന്നതാണോ മുട്ടിന് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവം? അങ്ങനെയല്ല, സ്റ്റെയർ ക്ലൈംബിംഗ് നമ്മൾ പറയുന്നുള്ളൂ. അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ്. ഇപ്പൊ നമ്മളിപ്പം സ്റ്റെപ്പ് കയറാനായിട്ട് ദൈവം നമുക്ക് മുട്ടിനകത്ത് ഒരു ലിഗമെന്റ് തന്നിട്ടുണ്ട്, സ്റ്റെപ്പ് ഇറങ്ങാനായിട്ട് ദൈവം നമുക്ക് ഒരു ലിഗമെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ ആ ലിഗമെന്റിനകത്തല്ല, അതിന്റെ നമ്മൾ ഒരു നിൽക്കുന്ന ഒരു മനുഷ്യന്റെ മുട്ടിനകത്തൂടെ ഇറങ്ങുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് JRF എന്ന് പറയുന്ന ഒരു കാര്യം വെച്ച് നമ്മൾ അഡ്രസ് ചെയ്യും, ജോയിന്റ് റിയാക്ഷൻ ഫോഴ്സ്. അപ്പൊ ഈ ജോയിന്റ് റിയാക്ഷൻ ഫോഴ്സ് ക്രോസ് ലെഗ് സിറ്റിംഗ്, ചമ്രം മടങ്ങിയ ഒരു മനുഷ്യൻ നിലത്തിരിക്കുമ്പോഴത്തേക്കും അത് 4 ഇരട്ടി കൂടുതലാണ്. ഇന്ത്യൻ ക്ലോസറ്റിൽ അല്ലെങ്കിൽ ഡീപ്പ് സ്ക്വാറ്റിങ്ങിൽ നമ്മൾ ഇരിക്കുകയും സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നതിന് അത് 6 ഇരട്ടി കൂടുതലാണ്. അപ്പൊ 4 times the JRF ആണ് ക്രോസ് ലെഗ് സിറ്റിംഗ് വരുന്നത്. ഇന്ത്യൻ ക്ലോസറ്റിലും സ്റ്റെപ്പ് ക്ലൈംബിങ്ങും വരുമ്പോൾ 6 times കൂടുതലാണ് വരുന്നത്. അപ്പൊ അത്രയും കൂടുതൽ ഡാമേജ് ആണ് മുട്ടിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടല്ല ഈ ഡാമേജ് വരുന്നത്. അത് വർഷങ്ങളായിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കും തോറും, അല്ലെങ്കിൽ മുട്ടയെ കുത്തി നിൽക്കുന്ന അതുപോലുള്ള പോസ്റ്റേഴ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യാനാണ് കഴിയുന്ന അത്രയും പറയുന്നത്. ഇപ്പൊ എക്സസൈസ് എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ നമുക്ക് നടക്കുന്നത് അല്ലെ ഓടുന്നത്, ഇത് എത്രമാത്രം ഒരു നീ ജോയിന്റിന് നല്ലതാണ്? അതാ നമ്മൾ ആസ് ഫാർ ആസ് ഇപ്പൊ നമ്മളിപ്പോ വണ്ടിയുടെ ഒരു മോട്ടർ അല്ലെങ്കിൽ ഒരു മെഷീൻ അല്ലെങ്കിൽ എഞ്ചിൻ നമ്മളത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫ്ലൂയിഡ് ഒട്ടിപ്പോകും. അപ്പൊ അതുകൊണ്ട് ആസ് ഫാർ ആസ് വി ആർ ഓൾ വെഹിക്കിൾസ്, സോ ആസ് ഫാർ ആസ് പോസിബിൾ വി ഷുഡ് ട്രൈ ടു മൂവ് ദ ജോയിന്റ്സ്. നമ്മൾ ജോയിന്റുകളെ അനക്കിക്കൊണ്ടിരിക്കുന്നാലേ ആ ഫ്ലൂയിഡ് പ്രൊഡക്ഷൻ ഉണ്ടാകത്തുള്ളൂ. ഫ്ലൂയിഡ് ഉണ്ടായാലേ ഈ എഞ്ചിൻ പ്രവർത്തിക്കത്തുള്ളൂ. മുട്ടിനകത്തുള്ള എഞ്ചിനും അതൊക്കെ ഇങ്ങനെ നല്ലതായിട്ട് ലൂബ്രിക്കേഷൻ വരത്തുള്ളൂ. നമ്മളത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫ്ലൂയിഡ് എല്ലാം ഒട്ടി പോകും. പിന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, നമുക്ക് ഉറച്ചെന്ന പോലെ കേൾക്കുന്ന ശബ്ദവും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ വരുന്നത്. സോ യു ആർ എൻടൈറ്റിൽ ആൻഡ് ഗോഡ് ഹാസ് ഗിവൺ യു. ദൈവം ഇതുപോലുള്ള ജോയിന്റ്സ് നമുക്ക് തന്നിരിക്കുന്നത് ഉപയോഗിക്കാനായിട്ടാണ്. നമ്മൾ പക്ഷെ ഓവർ യൂസ് ചെയ്ത് ഓവർ ഡു ചെയ്യാതെ മാത്രം ചെയ്യാതിരുന്നാൽ മതി. അതിന് ബേസിക്കലി നമ്മൾ വെയിറ്റ് വിത്തിൻ കറക്റ്റ് ലിമിറ്റ്സ് നിർത്തുക എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ബട്ട് യു ക്യാൻ ഡു എനി ആക്ടിവിറ്റീസ്. നമുക്ക് മൗണ്ടനിയറിംഗ് ചെയ്യാം, നമുക്ക് സൈക്ലിംഗ് ചെയ്യാം, നമുക്ക് സ്വിമ്മിങ് ചെയ്യാം, നമുക്ക് മാരത്തൺസ് ഓടാം. ഇപ്പം നമ്മളിപ്പം ഇവിടെ ഉള്ള അത്ലറ്റിക്കോ ഡി ആർ പി എന്ന് പറഞ്ഞ ക്ലബ്ബ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ട് അവർ
ബീച്ച് റൺ ചെയ്യുന്നുണ്ട്, മാരത്തൺസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് വരുന്ന ഓരോ കണ്ടസ്റ്റൻസ് ഉണ്ട് ഹു ആർ 65 ഇയേഴ്സ് ഓൾഡ്, 75 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ട് ഹു ആർ റണ്ണിങ് മാരത്തോൺസ് ഓവർ ഇയേഴ്സ്. അവർ റൺ ചെയ്തോണ്ടിരിക്കുന്നു. അല്ലാതെ അവർ 70 വയസ്സുള്ളതുകൊണ്ട് 75 വയസ്സുള്ളതുകൊണ്ട് മാരത്തോൺ ഓടലെന്ന് പറയാൻ പറ്റത്തില്ല. ദേ ക്യാൻ ഡു എനിത്തിങ് വിത്ത് ദീസ് കൈൻഡ്സ് ഓഫ് ജോയിന്റ്സ് ടു എനി ലിമിറ്റ്സ്. പക്ഷേ ഇതുപോലുള്ളവരുടെ BMI വിത്തിൻ മച്ച് വിത്തിൻ കറക്റ്റ് ലിമിറ്റ്സ് ആണ്. മനസ്സിലായോ? അപ്പൊ അവരുടെ ഹെൽത്ത് നോക്കുന്നുണ്ട്. അത് കൂടാതെ മനസ്സിലായോ, ഓടുന്നത് മാത്രമല്ല. മനസ്സിലായോ? വെയിറ്റ് നന്നായിട്ട് കുറയ്ക്കുക, വെയിറ്റ് കുറയ്ക്കുന്നതാണ് മുട്ടിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസ് ചെയ്യുക, ഫുള്ളും ചെയ്യാം. ഡയറ്റ് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ചെയ്യുക. ഇപ്പൊ ഇതാണ് നല്ലൊരു മുട്ടിന് വേണ്ടി പിന്നെ നമുക്ക് സപ്ലിമെന്റ്സ് ഇതിന് വേണ്ടിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് നമ്മൾ കണ്ടെടുക്കുന്ന പലരും ചോദിച്ചു കേട്ടിട്ടുണ്ട്. കാരണം നമുക്ക് റെഗുലർ ആയിട്ട് ഇപ്പോൾ ഒരു 40 കഴിഞ്ഞതിന് ശേഷം റെഗുലർ ആയിട്ട് കാൽഷ്യം അല്ലെങ്കിൽ കുറെ കൊളാജൻ സപ്ലിമെന്റ്സ്, പല വൈറ്റമിൻ സപ്ലിമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഡോക്ടറിന്റെ അഭിപ്രായത്തിൽ ഏത് സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ ഏത് ഏജ് ഗ്രൂപ്പിൽ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യണം? നമുക്കൊരു 35 ആൻഡ് 40 കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഡയറ്റിനകത്തുള്ള കാൽഷ്യം റിച്ച് ഫുഡ്, വൈറ്റമിൻ ഡി റിച്ച് ഫുഡ് കൂടാതെ നമുക്ക് 35-40 കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ സപ്ലിമെന്റ്സ് ഒക്കെ കഴിച്ചു തുടങ്ങാം. മനസ്സിലായി? നമുക്ക് ഗ്ലൂക്കോസമീൻ, ഡയസറിൻ അതുപോലുള്ള സപ്ലിമെന്റ്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ലോകത്ത് എവിടെയും അത് അവൈലബിൾ ആണ്. ഓവർ ദ കൗണ്ടർ കിട്ടുന്നതാണ്. നമുക്കൊരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ വേണ്ട അതിന് വേണ്ടിയിട്ട്. സോ യു ക്യാൻ ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് സപ്ലിമെന്റ്സ്. ഇത് സപ്ലിമെന്റ് നമ്മൾ എടുക്കുന്ന ജോയിന്റ് ഡാമേജ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജോയിന്റ് ഡാമേജ് ഒരിക്കലും ഉണ്ടാകത്തില്ല എന്നുള്ള ഗ്യാരണ്ടി ഒന്നും ഇല്ല ഇത് എടുത്തുകൊണ്ട്. പക്ഷെ ആ പ്രോഗ്രഷൻ പ്രിവെന്റ് ചെയ്യും, അതിനെ കുറയ്ക്കാൻ പറ്റുന്നു. ചിലപ്പോൾ ഒരു മുട്ട് തേയ്മാനം ഇല്ലാത്തൊരാൾക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണോ? അതെ, ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ ഇപ്പം ഓരോ വ്യക്തികളും അവരുടെ മുട്ട് പല റേഞ്ചിലായിരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പം ചിലർ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലും ഓഫീസ് വർക്ക് മാത്രം കാണത്തുള്ളൂ. ചിലർ നടക്കാൻ ഈ എക്സസൈസിന്റെ ഭാഗമായിട്ട് അവർ ചിലപ്പോൾ നടക്കാൻ മാത്രം പോകത്തുള്ളൂ. വേറെ ചിലർ മാരത്തൺസ് ഓടും, വേറെ ചിലർ സ്വിമ്മിങ് ചെയ്യും, വേറെ സൈക്ലിംഗ് ചെയ്യും, മൗണ്ടനിയറിംഗ് ചെയ്യും. മനസ്സിലായി? അപ്പൊ ഓരോരുത്തരും ഓരോ ജോയിന്റ്സ് ഓരോ ലെവൽ വരെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ ദൈവം തന്നേക്കുന്ന ഈ ജോയിന്റ് പലരിലും പല കാലാവധി വരെ ആയിരിക്കും ലാസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പൊ ചിലരുടെ മുട്ട ഈ പറഞ്ഞ പോലെ ചിലപ്പം 35 ഇയേഴ്സ് വരെ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. നാച്ചുറൽ നേറ്റീവ് വെർജിൻ ദൈവം തരും. ചിലരുടെ അത് 45 വയസ്സായിരിക്കും, ചിലരുടെ അത് 60 വയസ്സായിരിക്കും, ചിലരുടെ 70 വയസ്സും 80 വയസ്സായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ദൈവം ഇപ്പൊ 75 വയസ്സും 80 വയസ്സും 90 വയസ്സുള്ള ഒരു അമ്മച്ചി കഴിഞ്ഞ ദിവസം എനിക്ക് വന്നിട്ടുണ്ട്. നല്ല 1ാം ക്ലാസ് മുട്ടായിട്ട് ഉള്ള ഒരു അമ്മച്ചി വന്നിട്ടുണ്ട്, 90 ഇയേഴ്സ് ആയിട്ട് പോലും. അപ്പം ബട്ട് ദാറ്റ് ഈസ് വാട്ട് ഗോഡ് ഗിവ്സ് ദാറ്റ് പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ അത്രയും നാൾ ലാസ്റ്റ് ചെയ്യുന്ന ഒരു മുട്ട് കിട്ടണമെന്നില്ല. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ജോയിന്റ് റിപ്ലേസ്മെന്റ് അതുപോലുള്ള കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അതെല്ലാം മാൻ മെയ്ഡ് ജോയിന്റ്സ് ആണ്, ആർട്ടിഫിഷ്യൽ ജോയിന്റ്സ് ആണ്. അതിനെല്ലാം ഒരു കാലാവധിയുണ്ട്. അത് പക്ഷെ നമുക്ക് ഒരു ഡോക്ടറിന് ഒരു ഹോസ്പിറ്റലിൽ ലോകത്ത് ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഈ സർജറി ചെയ്തോ ഇത്രയും നാളത് ഉറപ്പായിട്ട് ലാസ്റ്റ് ചെയ്യും, 25 ഇയേഴ്സ് ലാസ്റ്റ് ചെയ്യും, 30 വർഷം ലാസ്റ്റ് ചെയ്യും എന്നൊന്നും നമുക്ക് ഒരിക്കലും ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റത്തില്ല. സർജറി ചെയ്യേണ്ട സ്റ്റേജിലായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സർജറി ചെയ്യണം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് ചെയ്ത് കഴിയുമ്പോൾ അത് എത്ര നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും, ഒരു ആർട്ടിഫിഷ്യൽ ജോയിന്റ് നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും അതിന്റെ ലാസ്റ്റിംഗ് കപ്പാസിറ്റി. ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പലരും ചോദിച്ചു കേട്ടിട്ടുണ്ട്, സാർ ഈ തേയ്മാനത്തിന് പാരമ്പര്യമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? കാരണം എൻ്റെ അച്ഛനുണ്ട്, അമ്മയ്ക്കുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ മക്കൾക്ക് വരാൻ മറ്റേ നമ്മൾ സാധാരണ ഹാർട്ട് അസുഖങ്ങളോ അല്ലെങ്കിൽ ഷുഗർ പറയുന്ന പോലെ ഈ തേയ്മാനത്തിന് ഒരു പാരമ്പര്യത്തിന്റെ ഒരു ഘടകമുണ്ടോ? ഇല്ല, ജനറ്റിക് ആയിട്ട് നമ്മൾ ഈ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ മുട്ട് തേയ്മാനത്തിന് അങ്ങനെ ഒരു കാര്യം നമ്മൾ പറയുന്നില്ല. ഇപ്പം ആമവാദം അതുപോലുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു ജനറ്റിക് ലിങ്ക് ഉണ്ട്. മനസ്സിലായി? അത് HLA ലിങ്ക്ഡ് ആയിട്ട്, HLA എന്ന് പറഞ്ഞ ജീൻ കോംപ്ലക്സ് ഉണ്ട്. അപ്പൊ ഇമ്മ്യൂൺ കോംപ്ലക്സ് അത് വെച്ചിട്ട് റിലേറ്റഡ് ആണ് ആമവാദം, റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഡയബറ്റീസ് അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് നട്ടലിന്റെ വിഷയങ്ങൾ, ഡിസ്ക് ഡിസീസസ്, അതിനൊക്കെയുള്ള ഒരു ജനറ്റിക് പ്രിഡിസ്പോസിഷൻ ഉണ്ട്. ഒരു 30 to 35% കേസസ് ഹെറിഡിറ്ററി ആയിട്ടൊക്കെ വരാം. പക്ഷെ അതിന് ഈ മുട്ട് തേയ്മാനത്തിനൊന്നും ജനറ്റിക് ആയിട്ട് ഫാമിലിയിലായിട്ട് നമുക്ക് ഉറപ്പായിട്ട് പ്രായത്തിന്റെ മാറ്റങ്ങൾ മൂലം ഉറപ്പായിട്ട് വന്നിരിക്കും. എൻ്റെ അപ്പൻ്റെ മുട്ട് മാറ്റി വെച്ചാൽ അതുകൊണ്ട് എൻ്റെ മുട്ട് മാറ്റി വെക്കേണ്ടി വരും എന്ന് ഉറപ്പിച്ച് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോ മുട്ടുവേദന എങ്ങനെ വരുന്നു, ഏത് ഏജ് ഗ്രൂപ്പ്, ഇതിനൊക്കെ പറ്റിയെല്ലാം സംസാരിച്ചു. ഇപ്പൊ ഇങ്ങനെ ഒരു മുട്ടുവേദന വരുന്നൊരു പേഷ്യന്റ് ഡോക്ടറുടെ മുമ്പിൽ വരുമ്പോൾ ഇതിനെ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആർക്കൊക്കെ സർജറി വേണ്ടി വരും എന്നുള്ളത് എങ്ങനെ തീരുമാനിക്കുന്നു പറയാമോ? അതെ, അപ്പൊ ആദ്യം നമ്മളുടെ അടുത്ത് ഒരു കൺസൾട്ടേഷന് വരുമ്പോഴത്തേക്കും അവരുടെ കംപ്ലൈന്റ് എന്താണെന്നുള്ളതാണ് ആദ്യം അതനുസരിച്ചിരിക്കും. ഇപ്പൊ അവർക്ക് പെയിൻ ആണോ കൂടുതൽ, അതോ അവർക്ക് ഈ പറഞ്ഞ പോലെ ചിരട്ട ഇങ്ങനെ ഒരേന്ന പോലുള്ള സിംറ്റം ആണോ അവർക്കുള്ളത്, അല്ലെങ്കിൽ നടക്കുമ്പോഴത്തേക്കും ഇടർച്ച പോലെയാണോ ഉള്ളത്, ലോക്ക് ആവുന്നതാണോ, എന്താണ് അവരുടെ കംപ്ലൈന്റ് എന്ന് ആദ്യം നമുക്ക് കേൾക്കും. അത് കഴിഞ്ഞിട്ട്
ഇപ്പം നമുക്ക് പ്രായത്തിന്റെ മാറ്റങ്ങൾ മൂലമുള്ള തേയ്മാനമാണ് നമ്മൾക്ക് സസ്പെക്ട് ചെയ്യുന്നെങ്കിൽ നമ്മൾ എക്സ്റേക്ക് വിടുന്നു പേഷ്യന്റിന്. എക്സ്റേ മതി. മതി. ആ MRI, CT എക്സ്റേ മാത്രം മതി. നമുക്ക് എക്സ്റേ വെച്ചിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനേ ഉള്ളത്. ചെയ്യാം. ഇപ്പൊ നമുക്ക് തേയ്മാനം ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് ഇത് ആയിട്ടില്ല എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ നെക്സ്റ്റ് വരുന്നത് പറഞ്ഞാൽ എക്സാമിനേഷനാണ്. നമ്മൾ കിടത്തിയിട്ട് നമ്മൾ ഇൻസ്റ്റെബിലിറ്റിക്കുള്ള ടെസ്റ്റുകളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ആ ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത് നോക്കുന്നു. ക്ലിനിക്കൽ ടെസ്റ്റ് ആണ്. നമ്മൾ രോഗിയെ കിടത്തിക്കൊണ്ട് നമ്മൾ തന്നെ എക്സാമിനേഷൻ ചെയ്യുക, ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഐഡിയ ഫോം ചെയ്യുന്നു. അത് വെച്ചിട്ട് നമ്മൾ അതുപോലുള്ള കേസസ് ആണെങ്കിൽ നമ്മൾ MRIക്ക് വിടും. MRIക്ക് വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. യെസ്. ഇപ്പം ഈ എപ്പോഴാണ് സർജറി വേണ്ടി വരുന്നത് അതൊന്ന് പറയാമോ കറക്റ്റായിട്ട്? അപ്പം തേയ്മാനമാണ് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എക്സ്റേ എടുത്തിട്ട് വരാൻ പറയുന്നു. എക്സ്റേ നോക്കിയിട്ട് നമുക്ക് ഏത് സ്റ്റേജിൽ ഇതായിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിപ്പം അലൈൻമെന്റ് തെറ്റിയ പേഷ്യന്റ് ആണെങ്കിൽ അലൈൻമെന്റിന്റെയും നമ്മളൊരു എക്സ്റേ എടുക്കും. നിന്നുകൊണ്ടുള്ള ഒരു പടം എടുപ്പിക്കും. ഫുള്ള് ഇടുപ്പും മുട്ടും കണ്ണയുടെ ജോയിന്റും ബോണും കാണുന്ന രീതിയിൽ. അപ്പൊ എപ്പോഴും നമുക്ക് ഈ ദൈവം തന്ന മുട്ടാണ് നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് മുട്ട്. അപ്പൊ അതിനെ കാത്തു സൂക്ഷിക്കുന്ന രീതിയിലുള്ള ഓപ്പറേഷനുകൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കണം ഫസ്റ്റ് ചോയ്സ് എപ്പോഴും. പക്ഷെ അത് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ അതായത് മുട്ട് മാറ്റി വെക്കൽ ഒരു ലാസ്റ്റ് ചോയ്സ് ആണ്. എപ്പോഴും ലാസ്റ്റ് റിസോർട്ടാണ്, ലാസ്റ്റ് ചോയ്സ് ആണ്. അപ്പൊ അതൊരു ആർട്ടിഫിഷ്യൽ ജോയിന്റ് ആണ്. അപ്പൊ അത് ആ പരുവത്തിൽ തേഞ്ഞു പോയിട്ടുണ്ടെങ്കിലേ നമുക്ക് അതിലേക്ക് കടക്കേണ്ടി വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ജോയിന്റ് പ്രിസർവിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് പേഷ്യന്റിന് ആദ്യം കൊടുക്കണം. ജോയിന്റ് പ്രിസർവിംഗ് ഓപ്ഷൻസിനകത്ത് വരുന്നതെന്ന് പറയുന്നത് ഫസ്റ്റ് ഞാൻ ഒന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ഈ മുട്ട് തേയ്മാനം വരുന്നു, ഇപ്പൊ തുടക്കത്തെ സ്റ്റേജിൽ സർജറി ഇല്ലാതെ മരുന്നുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ഓയിൻമെന്റ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ട്രീറ്റ്മെന്റ് ഉണ്ടോ? അപ്പൊ അത് ഞാൻ അതിനെക്കുറിച്ച് പറയാമെന്ന് കൂടെ വന്ന്. അപ്പം നമ്മളിപ്പോ എക്സ്റേ എടുത്തു. പിന്നെ ഇതിനകത്തെല്ലാം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ എക്സ്റേക്കകത്ത് പല കാര്യങ്ങളും കണ്ടെന്നിരിക്കും, MRIക്കകത്ത് കണ്ടെന്നിരിക്കും. പക്ഷെ പേഷ്യന്റിന് എന്താണ് വേണ്ടിയത് കൂടെ അനുസരിച്ചിരിക്കും. വാട്ട് ഈസ് ദ എക്സ്പെക്ടേഷൻ ഓഫ് ദ പേഷ്യന്റ്, വാട്ട് ആർ ഹിസ് ഡിമാൻഡ്സ് എന്നനുസരിച്ചിരിക്കും. സോ സം പീപ്പിൾ വിൽ ബി വില്ലിംഗ് ഫോർ സർജറി, സം പീപ്പിൾ വിൽ നോട്ട് വാണ്ട് സർജറി. അപ്പൊ അങ്ങനെയാണെങ്കിൽ മരുന്ന് കൊടുത്തിട്ട് നമുക്ക് വിടാനായിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ മരുന്ന് മാത്രം നമ്മൾ എഴുതേണ്ടിയുള്ള പേഷ്യന്റ്. കാരണം നമ്മൾ മുന്നോട്ട് പിന്നെ അവരോട് സംസാരിക്കുന്നതിനകത്ത് പോലും ഒരു അർത്ഥം ഉണ്ടാകാൻ പോകുന്നില്ല, എത്ര തേഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ സപ്ലിമെന്റ്സ് കൊടുക്കും, പെയിനും നീർക്കെട്ടും ഒക്കെ കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇപ്പം പല സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പം ഈ ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പൊ സ്റ്റേജ് 1 എന്നോ അല്ലെങ്കിൽ എത്ര ഈ സ്റ്റേജസ് നിന്ന് ഒരു ലാസ്റ്റ് സ്റ്റേജിൽ എത്ര സമയം എടുക്കും? ഒരു കൃത്യമായ ടൈം ഉണ്ടോ അതിന്? ഇല്ല, കൃത്യമായിട്ട് നമുക്ക് ടൈം ഇല്ല. പക്ഷെ എന്നാൽ പോലും അങ്ങനെ അത്രയും പെട്ടെന്നൊന്നും തേഞ്ഞൊന്നും പോകത്തില്ല. ഇപ്പൊ ഗ്രേഡ് 1 ആർത്രൈറ്റിസ് ഒക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ 4ാമത്തെ സ്റ്റേജ് എത്തണമെങ്കിൽ ചിലപ്പോൾ ഒരു 20 വർഷമായിരിക്കും എടുക്കാൻ പോകുന്നത്. 20 വർഷം ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. അല്ലാതെ നമുക്ക് ഫിക്സഡ് ആയിട്ട് നമുക്ക് ഇത് 2 വർഷം കൊണ്ട് ഇത് തേഞ്ഞു പോകും അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരു മനുഷ്യൻ 6 മാസം കൊണ്ട് മരിച്ചു പോകും അങ്ങനെയൊന്നും ഒരിക്കലും ഒരു ഡോക്ടറിനും ഒരു ഹ്യൂമൻ ബീങ്ങിനും പറയാൻ പറ്റത്തില്ല. അതെല്ലാം ദൈവത്തിന്റെ കാര്യത്തിലും അതിന്റെ വിധിയെല്ലാം ദൈവമാണ് എഴുതുന്നത്. അത് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. തുടക്ക സ്റ്റേജ് ആണെങ്കിൽ യെസ്. അപ്പൊ നമുക്ക് ഈ ജോയിന്റ് പ്രിസർവിംഗ് ആയിട്ടുള്ള ടെക്നിക്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിനകത്ത് മരുന്നുകൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, എക്സസൈസ് ഫിസിയോതെറാപ്പി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നുള്ളതെന്ന് പറയുന്നത് നമുക്ക് ഇഞ്ചക്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്ന ഇഞ്ചക്ഷൻസിനകത്ത് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജോയിന്റ് ഫ്ലൂയിഡ് ഇഞ്ചക്ഷൻ ടൈപ്പ് ഇഞ്ചക്ഷൻസ് ഉണ്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ PRP എന്ന് പറഞ്ഞ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറഞ്ഞ തരത്തിലാണ്. അതിനാണെങ്കിൽ സൈഡ് ഇഫക്ട്സ് ഇല്ല, മറ്റേ രണ്ടിന് സൈഡ് ഇഫക്ട്സ് ഉണ്ട്. അപ്പോൾ PRP ആകുമ്പോൾ നമ്മുടെ സ്വന്തം ബ്ലഡ് തന്നെയാണ് എടുത്തിട്ട് അത് സെൻട്രിഫ്യൂജ് മെഷീനകത്ത് ഇട്ടിട്ട് സെൻട്രിഫ്യൂജ് ചെയ്തിട്ടാണ് അതിന്റെ ജ്യൂസാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത്. PRP എന്ന് പറയുന്നത് അത് റീജൻ തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് പലരും മാർക്കറ്റ് ചെയ്യും പല രീതിയിൽ. പക്ഷേ അതിന്റെ വാസ്തവം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് റീജനറേറ്റിംഗ് എനിത്തിങ്. അതിനൊരു ഹീലിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടെന്നേ ഉള്ളൂ. കാരണം നമ്മളുടെ ഹീലിംഗ് ഫാക്ടേഴ്സ് ഉള്ള ഒരു കോമ്പണന്റ് ആണ് നമ്മളുടെ ബ്ലഡിനകത്തുനിന്ന് എടുത്തിട്ട് അത് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഈ ഡാമേജ് ആയ കാർട്ടിലേജിന് ഒരു ഹീലിംഗ് കൊടുക്കും, റീജനറേഷൻ ഇല്ല. അവിടെ ഒന്നും തന്നെ റീജനറേറ്റ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആൻഡ് എവറിത്തിങ്. ദ ലോങ് ടേം സ്റ്റഡീസ് ഹാവ് പ്രൂവൺ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് റീജനറേറ്റ് എനിത്തിങ്. കാർട്ടിലേജിന് ഒരു രീതിയിൽ നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഓൺലി ആന്റി ഇൻഫ്ലമേറ്ററി. നീർക്കെട്ട് മാത്രം കുറയ്ക്കുന്നുള്ളൂ, നീര് മാറുന്നു, അതുമൂലം ഉണ്ടാകുന്ന പെയിൻ മീഡിയേറ്റേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതുകൊണ്ട് പേഷ്യന്റിന് ബെറ്റർ ആവും. ഇപ്പൊ ഒരു PRP ഇപ്പം പറഞ്ഞ പോലെ ഇപ്പൊ PRP എടുത്തു കഴിഞ്ഞാൽ PRP ജോയിന്റിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാളത്തേക്ക് ഇവർക്ക് ഒരു ആശ്വാസം ഉണ്ടാവും? അപ്പൊ അതാണ്. അപ്പൊ അത് ദാറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദ amount ഓഫ് കാർട്ടിലേജ് ആൻഡ് തിങ്സ് ഇൻവോൾവ്. എത്രത്തോളം വേറെ ഡാമേജസ് ഉണ്ടാകുന്ന പോലെ ഇരിക്കും. ഇല്ല, ഏർലി ആർത്രൈറ്റിക് പേഷ്യൻസിനും പെയിൻ ഉള്ളവർക്കാണ് നമ്മളിത് അഡ്വൈസ് ചെയ്യുന്നത്. പിന്നെ ചിലർക്ക് സർജറി വേണ്ട എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഞ്ചക്ഷൻ ആദ്യം ട്രൈ ചെയ്തിട്ട് മതി എന്ന് അവർ ഉറപ്പിച്ച് പറയുന്ന പേഷ്യന്റ് നമുക്ക് PRP അഡ്വൈസ് ചെയ്യാം. കാരണം അതിന് സൈഡ് എഫക്ട്സും ഇല്ല. അപ്പൊ അത് എടുത്തത് കൊണ്ട് പൂർണ്ണമായിട്ടും 100% ഗ്യാരണ്ടി ഒരു പേഷ്യന്റ് നമ്മൾ കൊടുക്കില്ല.
ഇതെടുത്തുകൊണ്ട് നിങ്ങളുടെ മുട്ടുവേദന ഉറപ്പായിട്ട് മാറിയിരിക്കുന്നു. അങ്ങനെ പിന്നെ സാധാരണ നമ്മൾ PRP ഒക്കെ ഇഞ്ചെക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു 3 സിറ്റിംഗ്സ് എങ്കിലും വേണം. എത്ര നാൾക്ക് ഗ്യാപ്പിലാണ് ചെയ്യുന്നത്? അതെ, ഒരു ഇഞ്ചക്ഷൻ കൊണ്ടല്ല PRP നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഇഞ്ചക്ഷൻ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 80% ഓഫ് ദ ഡിസീസ് കണ്ടീഷൻ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് ചെയ്യുന്നത്. സെക്കൻഡ് ഇഞ്ചക്ഷൻ വിൽ കം ആഫ്റ്റർ 1 month ആൻഡ് തേർഡ് ഇഞ്ചക്ഷൻ അതിനകത്ത് 10% ആണ് നമ്മൾ ബെനിഫിറ്റ് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ബിക്കംസ് 90%. പിന്നെ മൂന്നാമത്തെ ഇഞ്ചക്ഷൻ അത് കഴിഞ്ഞ് 1 മാസം കൊണ്ട് വീണ്ടും കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കണം. 3 ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ 80, 90 and 100 അങ്ങനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ PRP കൊടുക്കുന്നത്. പക്ഷെ ഇറ്റ് ഈസ് നോട്ട് ക്യൂറേറ്റീവ്. ഇറ്റ് ഓൺലി പ്രിവെന്റ്സ് പ്രോഗ്രഷൻ ഓഫ് ദ ഡിസീസ് കണ്ടീഷൻ. അസുഖത്തിന്റെ പ്രോഗ്രഷൻ നമുക്ക് പതുക്കെ കുറയ്ക്കാൻ പറ്റും, ആ റേറ്റിനെ കുറയ്ക്കാൻ പറ്റും, സിവിയറിറ്റി കുറയ്ക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അതായത് ഒരു 5 കൊല്ലം കൊണ്ട് പിന്നെ ഗ്രേഡ് 4ലേക്ക് പോകേണ്ട ആള് കുറച്ചും കൂടെ നാളെ നമുക്ക് ഇത് കിട്ടും. പിന്നെ ഒരു PRP ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴത്തേക്കും ഇറ്റ് വിൽ കോസ്റ്റ് അറൌണ്ട് 20,000 rupees. അപ്പൊ ഒരു 20, 40, 60,000 rupees മുടക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു ഫൈനാൻഷ്യൽ ആയിട്ടാണെങ്കിലും പേഷ്യന്റിനൊരു ഞാനെന്തോ മുടക്കി, ഞാനത് എന്തോ ചെയ്തിട്ടുണ്ട് എന്റെ മുട്ടിന് വേണ്ടിയിട്ടെന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ അതുമൂലമുള്ള ഒരു കംഫർട്ട് സോണിലും കൂടെ അവർ നീങ്ങും. അവർക്ക് അവരുടെ പെയിൻ കുറഞ്ഞതുപോലെ തോന്നും ചിലപ്പോൾ. അങ്ങനെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റും കൂടെ അതിനുണ്ട്, ഒരു പ്ലാസിബോ ഇഫക്റ്റ്. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ മുട്ടുവേദന ഉള്ളവർക്ക് റെഗുലർ ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്താൽ മതിയോ, എവിടെയെങ്കിലും പോയി ഫിസിയോതെറാപ്പി ദിവസം ചെയ്യേണ്ട കാര്യമുണ്ടോ? റെഗുലർ ആയിട്ട് അവർക്ക് തന്നെ ചെയ്യാം. അവർക്ക് ഒരു ഫിസിയോ സെന്ററിൽ അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് വന്ന് പോയി പഠിച്ചിട്ട് സ്വയം ചെയ്യാനായിട്ടുള്ള എക്സസൈസസ് മാത്രമേ ഉള്ളൂ. അതുപോലുള്ള അതിന്റെ ആവശ്യമേ ഉള്ളൂ. ദർ ഇസ് നോ നീഡ് ടു എൻറോൾ ഇൻ ടു എ ജിം ഓർ ഒരു ജിമ്മിൽ പോയി എൻറോൾ ചെയ്യുകയും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരു ഫിസിയോതെറാപ്പി സെന്ററിൽ അറ്റൻഡ് ചെയ്തിട്ട് പോയി ഫിസിയോതെറാപ്പി എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. തുടയ്ക്കുള്ള എക്സസൈസസ്, കറക്റ്റ് എക്സസൈസസ് നമ്മൾ എഴുതി കൊടുക്കും. അത് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും അവർക്ക് സ്വന്തമായിട്ട് ഡെയിലി അത് റെഗുലർ ആയിട്ട് ചെയ്താൽ മാത്രം മതി. ഡെയിലി ചെയ്യുക, ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യുക, അവർ എല്ലാ ദിവസവും സ്ട്രെങ്തൻ ചെയ്യുക. ഫിനിഷ്. നമ്മളിപ്പം സർജിക്കൽ ഓപ്ഷൻസിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറവില്ലാത്തവർക്കാണ് നമ്മൾ സർജിക്കൽ ഓപ്ഷൻസിലേക്ക് നീങ്ങുന്നത്. ഈ സർജിക്കൽ ഓപ്ഷൻസ് എന്ന് പറയുന്ന 2 തരത്തിലാണ് അതിനെ തിരിക്കുന്നത്. വൺ ഈസ് ജോയിന്റ് പ്രിസർവിംഗ് സർജറി, വൺ ഈസ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി ഓർ ജോയിന്റ് സാക്രിഫൈസിംഗ് സർജറി. അപ്പൊ ജോയിന്റ് പ്രിസർവിംഗ് അല്ലെങ്കിൽ മുട്ടിനെ കാത്തു സൂക്ഷിക്കുന്ന തരത്തിലുള്ള ഓപ്പറേഷനുകളിനകത്താണ് ഒന്നുകിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വരും, ആർത്രോസ്കോപ്പി, കീ ഹോൾ സർജറി, അല്ലെങ്കിൽ മുട്ടിന്റെ അലൈൻമെന്റ് നേരെയാക്കി കൊടുക്കുന്നത് ജോയിന്റ് റീഅലൈൻമെന്റ് സർജറി. അപ്പൊ ജോയിന്റ് റീഅലൈൻമെന്റ് സർജറി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് 1-2 ടൈപ്സ് ഒക്കെ ഉണ്ട്. HTO, ഹൈ ടിബിയൽ ഓസ്റ്റിയോട്ടമി, DFO, ഡിസ്റ്റൽ ഫീമർ ഓസ്റ്റിയോട്ടമി, അങ്ങനെ പോലത്തെ കണ്ടീഷൻസ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഞാൻ യങ് ഏജ് പേഷ്യൻസിന് ചെയ്തിട്ടുണ്ട്. എന്റെ യങ്ങസ്റ്റ് പേഷ്യന്റ് 15 വയസ്സായിട്ടുള്ള പേഷ്യന്റ് ഉണ്ട്, 17 വയസ്സുള്ള പേഷ്യന്റ് ഉണ്ട്. അവർക്കൊക്കെ റീഅലൈൻമെന്റ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ 30, 35 വയസ്സാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ മുട്ട് വെച്ചുകൊണ്ട് അവർ മുന്നോട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ മുട്ട് തേഞ്ഞു പോകും. ഫുൾ മാറ്റി വെക്കേണ്ടി വരും. 35 വയസ്സിൽ മുട്ട് മാറ്റി വെക്കേണ്ട അവസ്ഥയിലേക്ക് നീങ്ങും. അപ്പൊ അതുകൊണ്ട് റീഅലൈൻമെന്റ് സർജറി ചെയ്തിട്ട് അത് വെച്ചിട്ട് അവർക്ക് എല്ലാ നമ്മൾ കറക്റ്റ് ചെയ്ത് നമ്മളൊരു തരം പ്ലേറ്റ് ഒക്കെ വെച്ച് കൊടുക്കും. അത് വെച്ചിട്ട് അവർക്ക് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാം. ഇപ്പൊ സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും കോമ്പീറ്റ് ചെയ്യുന്ന അത്ലീറ്റ്സ് ഉണ്ട് എനിക്ക് പേഷ്യൻസ് ആയിട്ടുള്ള. പക്ഷെ അവരെല്ലാം റീഅലൈൻമെന്റ് മാത്രം നമ്മൾ ആ ജോയിന്റ് പ്രിസർവിംഗ് മാത്രമേ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അവർക്ക്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആർത്രോസ്കോപ്പി, കീ ഹോൾ സർജറി, ലിഗമെന്റ് ഡാമേജ് ഉള്ളവർ, വാഷർ കയറിയിട്ടുള്ളവർ, തരുണാസ്തി പോയിട്ടുള്ളവർ, അതുപോലുള്ളവർക്ക് അതാത് കാര്യങ്ങൾ മാത്രം കീ ഹോളിൽ കൂടെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. അഡ്രസ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യാം. ഇതെല്ലാം വെച്ച് ജോയിന്റ് പ്രിസർവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏറെക്കുറെ നാളത്തേക്ക് അത് പ്രിസർവ്ഡ് ആയിരിക്കും. ഒരു 10 വർഷം 15 വർഷം നമുക്ക് തള്ളി നീക്കാൻ പറ്റും. അതും കഴിഞ്ഞിട്ട് തേയ്മാനം വരുവാണെങ്കിൽ മാത്രം നമുക്ക് ജോയിന്റ് സാക്രിഫൈസിങ് സർജറി അല്ലെങ്കിൽ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറിയിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അതുപോലുള്ള കാൻഡിഡേറ്റ്സിന് ആ സമയത്തേ ചെയ്യത്തുള്ളൂ. ഇപ്പൊ പേഷ്യന്റ് ഇപ്പം 35 വയസ്സുള്ള ഒരു പേഷ്യന്റ് ആയതുകൊണ്ട് എപ്പോഴും നമുക്ക് കീ ഹോൾ തന്നെ ചെയ്യേണ്ടി വരും ഇല്ല. എന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പേഷ്യന്റ് മുട്ട് മാറ്റിയിട്ടുള്ള 28 വയസ്സുള്ള പേഷ്യന്റ് ഉണ്ട്. 28 വയസ്സ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അമിതമായ വണ്ണം ഉണ്ടായിരുന്നു. എന്റെ അടുത്ത് വന്ന സ്റ്റേജിൽ തന്നെ പുള്ളിയുടെ മുട്ട് പൂർണ്ണമായും തേഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്റെ ഏറ്റവും പ്രായമുള്ള പേഷ്യന്റ് കീ ഹോൾ സർജറി ഞാൻ ചെയ്തിട്ടുള്ള 78 വയസ്സുള്ള അമ്മച്ചിയുണ്ട്. 78 വയസ്സുള്ള അമ്മച്ചിക്കാണെങ്കിലും നമുക്ക് കീ ഹോൾ സർജറി ചെയ്ത് നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. 78 വയസ്സായതുകൊണ്ട് അവർ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യണമെന്നില്ല. സോ യു ഹാവ് ടു സെലക്ട് ദ പേഷ്യൻസ് കറക്റ്റ്ലി. പക്ഷെ ഈ ഓപ്ഷൻസ് എല്ലാം നമ്മൾ പേഷ്യന്റിന് കൊടുക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ ഇതെല്ലാം നമുക്ക് ചെയ്യാനും അറിഞ്ഞിരിക്കണം. ഞാൻ ജോയിന്റ് പ്രിസർവേഷൻ സർജറി ചെയ്യാൻ അറിഞ്ഞിരിക്കണം, ജോയിന്റ് സാക്രിഫൈസിങ് സർജറി ചെയ്യാനും ഞാൻ അറിഞ്ഞിരിക്കണം. എന്നാലേ എനിക്ക് ഈ ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും. അല്ല, അതുകൊണ്ട് ദ മെസ്സേജ് ഇസ് നോട്ട് എനി സർജറി. ഒരു സർജറിയും നമ്മൾ ഏജ് വെച്ചിട്ടല്ല തിരിക്കുന്നത്. 50 വയസ്സ് കഴിഞ്ഞു, 60 വയസ്സ് കഴിഞ്ഞു എന്നാൽ മുട്ട് മാറ്റി വെച്ചേക്കാം, അങ്ങനല്ല. പേഷ്യന്റിന്റെ പ്രശ്നം അനുസരിച്ചും പേഷ്യന്റിന്റെ പ്രശ്നം അനുസരിച്ചും പേഷ്യന്റിന്റെ ഡിമാൻഡ്സ് അനുസരിച്ചും
മുട്ടിന്റെ സ്ഥിതി അനുസരിച്ച് പേഷ്യന്റിന്റെ മുട്ടിന്റെ സ്ഥിതി, അതാത് പേഷ്യന്റിന്റെ മുട്ടിന്റെ സ്ഥിതി അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അല്ല, പലരും വിചാരിച്ചിരിക്കുന്നത് ഇപ്പൊ ഈ മുട്ട് തേയ്മാനം ഇപ്പൊ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് പറയുന്നത്, പലരും വിചാരിച്ചിരിക്കുന്നത് മുട്ട് തേയ്മാനം വന്നാൽ മുട്ട് വെട്ടി മാറ്റുക, പകരം ഈ പറയുന്ന വേറൊരു പുതിയ മുട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മെറ്റാലിക് മുട്ട് വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലുള്ള ഓപ്ഷൻസ് ഉണ്ടെന്ന് പറയുന്നത് ഒരു നല്ല അറിവാണ്. അതെ, അപ്പൊ അങ്ങനെ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ ഓരോ പേഷ്യന്റിന്. പേഷ്യന്റ് സെലക്ഷൻ ഇസ് കീ. അപ്പൊ അത് ചൂസ് വൈസ്ലി. പക്ഷെ എന്നാൽ പോലും നമ്മളിപ്പോ അതുകൊണ്ട് നമ്മൾ പ്രായം കുറഞ്ഞ ഒരു പേഷ്യന്റിക്കോ പ്രായം കുറവാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകയല്ല വേണ്ട. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 28 വയസ്സുള്ള പേഷ്യന്റ് വന്നപ്പോഴത്തേക്ക് ഉടനെ ആ കീ ഹോൾ സർജറി ചെയ്താൽ മതി, എന്നിട്ട് പിന്നീട് ശരിയായില്ലെങ്കിൽ നമുക്ക് മറ്റേ ചെയ്യണോ, അങ്ങനല്ല. നമ്മൾ അസസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പൂർണ്ണമായിട്ട് തേഞ്ഞിട്ടുണ്ടോ, വി ഹാവ് ടു ടെൽ ഹിം ദ കറക്റ്റ് ഓപ്ഷൻ. നിന്റെ മുട്ട പൂർണ്ണമായിട്ട് ഡാമേജ് ആയി, ഇനി അത് മാറ്റിവെക്കലല്ല, നിനക്കൊരു ഓപ്ഷൻ ഇല്ല. നമ്മൾ പ്രായം കുറഞ്ഞായിരുന്നു നമ്മൾ കീ ഹോൾഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പേഷ്യന്റ് 6 മാസം കഴിഞ്ഞ് തിരിച്ചു വരും. ഡോക്ടർ ചെയ്ത ഓപ്പറേഷൻ കൊണ്ട് എനിക്ക് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ലെന്ന് പറയും. സോ യു ഹാവ് ടു ബി ക്ലിയർ. മനസ്സിലായി. നമ്മളിനി ഈ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ നീ റീപ്ലേസ്മെന്റ് സർജറിയിൽ നമ്മളത് ഈ വെക്കുന്ന മുട്ട് അത് എന്ത് മെറ്റലാണ്, അത് എത്ര നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അല്ലെ എത്ര ഇതിനൊരു ഒരു ലൈഫ് പീരീഡ് ഉണ്ടോ, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? മാർക്കറ്റിൽ നമുക്ക് ഓൾ ഓവർ ദ വേൾഡ് നമുക്ക് ഉള്ള കുറച്ച് ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പറയുന്നത് കൊബാൾട്ട് ക്രോമിയം അലോയ് ആണ്. ഓക്കെ, അപ്പോൾ തൊടയിൽ വെക്കുന്ന ഭാഗം ഇതും കാലിന്റെ എല്ലിന്റെ പുറത്ത് വെക്കുന്ന ഇതും, ഇതിന്റെ ഇടയിൽ ഒരു പ്ലാസ്റ്റിക് പോലെ, സാധാ പ്ലാസ്റ്റിക് അല്ല, അൾട്രാ ഹൈ മോളിക്കുലർ വെയിറ്റ് പോളിയെത്തിലീൻ എന്ന് പറഞ്ഞ കോമ്പണന്റ്, വൈറ്റ് കളർ. അപ്പൊ ഇതാണ് നമ്മൾ റേഡിയേഷൻ ചെയ്തിട്ട് സ്റ്റെറിലൈസ് ചെയ്യും. റേഡിയേഷൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് വെക്കുന്നത്. ഇങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ജോയിന്റിന്റെ ഘടന വരുന്നത്. ഓക്കെ, അപ്പൊ അത് പണ്ടെന്ന് പറയുന്നത് നമുക്ക് ഒരു ഡയറക്ഷനിൽ മാത്രം റൊട്ടേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള നീ ഫ്ലെക്ഷൻ, മുട്ട് മടക്കി നിവർത്തുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ മാത്രം മൂവ് ചെയ്യുന്ന ഒരു കോമ്പണന്റ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഇപ്പം നമുക്കൊരു ന്യൂവർ അഡ്വാൻസ്മെന്റ് ആയിട്ട് ഇങ്ങനെയും തിരിയുന്ന ഒരു ഓപ്ഷൻ അതിനുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഒരു മുട്ട് മാറ്റി വെച്ച ഒരാൾക്ക് സാധാരണ മുട്ട് പോലുള്ള എല്ലാ റേഞ്ച് ഓഫ് മൂവ്മെന്റ്സും കിട്ടും. യെസ്. അപ്പം ഇത് ഫിക്സഡ് ബെയറിംഗ് ഇംപ്ലാന്റ് എന്നാണ് ഇതിന് പറയുന്നത്, പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് മൊബൈൽ ബെയറിംഗ് എന്ന് പറഞ്ഞ ഒരു അഡീഷനും കൂടെ വന്നിട്ടുണ്ട് ഇംപ്ലാന്റ്സ്. സോ ദിസ് ഇസ് ദ കോമണസ്റ്റ്. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നുള്ളതെന്ന് പറയുന്നത് ടൈറ്റാനിയം മെറ്റലാണ്. പലരും ഗോൾഡ് നീ എന്നൊക്കെ പറയും, പക്ഷെ അത് ടൈറ്റാനിയം ഇംപ്ലാന്റ് ആണ്, ടൈറ്റാനിയം മെറ്റലാണ് ഇത്. ഓക്കെ, അപ്പം ദിസ് ഇസ് കൊബാൾട്ട് ക്രോമിയം അലോയ്, ദിസ് ഇസ് ടൈറ്റാനിയം. ഓക്കെ, പിന്നുള്ളതെന്ന് പറയുന്നത് ഓക്സീനിയം എന്ന് പറഞ്ഞൊരു കോമ്പണന്റ് ആണ്. അത് ഓക്സിഡൈസ്ഡ് സിർക്കോണിയം എന്ന് പറഞ്ഞൊരു മെറ്റലാണ്. അപ്പൊ ഇത് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആണ്, കുറച്ചുകൂടെ റെയർ മെറ്റലാണ്. അതുകൊണ്ട് അതിന്റെ അനുസരിച്ച് കോസ്റ്റും വേരി ചെയ്യും. ഏറ്റവും ബേസിക് ആൻഡ് കോസ്റ്റ് ഇഫക്റ്റീവ് സൊല്യൂഷൻ എല്ലാം 95 to 98% ഓഫ് ദ പേഷ്യന്റ് ചെയ്യുന്നത് പറയുന്നത് കൊബാൾട്ട് ക്രോമിയം അലോയ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു 2% 3% പേഷ്യന്റ് ടൈറ്റാനിയം ഉപയോഗിക്കും, കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയതുകൊണ്ട്. പിന്നെ കുറച്ചുകൂടെ കോസ്റ്റ് അഫോർഡബിലിറ്റി ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ ഓക്സീനിയം യൂസ് ചെയ്യും. ഇങ്ങനെയാണ് ഇതിന്റെ ഇത് തിരിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പൊ നമുക്ക് പുതിയ ഇംപ്ലാന്റ് ഒരു 2 years ആയിട്ട് മാർക്കറ്റിലുണ്ട്, സെറാമിക് ഇംപ്ലാന്റ്. പക്ഷെ ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. സെറാമിക്കിന്റെ ഒരു ഇംപ്ലാന്റ് തന്നെ, ഇംപ്ലാന്റ് കോസ്റ്റ് മാത്രം 4 ലക്ഷം രൂപയാണ്. കമ്പനി ക്ലെയിം ചെയ്യുന്നത് പറയുന്നത് ഹൈപ്പോ അലർജനിക് എന്നാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഈ എല്ലാ മെറ്റൽസും നമ്മളിപ്പോൾ ഇറക്കിയിരിക്കുന്നതും യൂസ് ചെയ്യുന്ന പേഷ്യൻസിന് എല്ലാം ഹ്യൂമൻ ബോഡി ആയിട്ട് കോമ്പാറ്റബിൾ ആണ്. ഹ്യൂമൻ ബോഡി ആയിട്ട് ഒത്തുചേർന്ന് പോകുന്ന ഇംപ്ലാന്റ്സും അലർജി ഒക്കെ കുറവ്. പക്ഷെ വളരെ റെയർ ആയിട്ടുള്ള കുറച്ച് പേഷ്യൻസിന് മെറ്റൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാകാറുണ്ട്. അലർജി. ഓക്കെ, അപ്പം മെറ്റൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി അവരുടെ ബോഡിക്ക് വന്നിട്ട് അവർക്ക് ബോഡിയിൽ മൊത്തം ചൊറിച്ചിൽ വരുന്ന, എനിക്ക് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വെച്ചോണ്ടല്ല, എനിക്ക് ട്രോമ സർജറി, ഫ്രാക്ചർ സർജറിക്ക് ചെയ്തിട്ടുള്ള ഒരു 2-3 പേഷ്യൻസ് ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ. ബോഡിക്കകത്ത് കമ്പി വെച്ചിട്ട്, എന്നാൽ വെച്ചിരിക്കുന്ന കമ്പി എന്ന് പറയുന്നത് ടൈറ്റാനിയം കൂടിയ കമ്പിയായിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് പോലും അവരുടെ ശരീരത്തിൽ മൊത്തം ഇതിന്റെ റാഷസ് വന്നിട്ടുണ്ട്. അലർജിക് റാഷസ്, ചൊറിച്ചിൽ ഒക്കെ ആയിട്ട് ബോഡി മൊത്തം വന്ന് നമുക്ക് പലപ്പോഴും നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പോലും പറ്റാനായിട്ട് വളരെ കഷ്ടപ്പെട്ട് നമ്മളത് ഐഡന്റിഫൈ ചെയ്ത് ഈ കോസ് ഓഫ് അലർജി ഇപ്പം ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് വിട്ടു, ആർക്കും പക്ഷേ ഇതിന്റെ കോസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. പിന്നെയാണ് നമ്മൾ അതിന്റെ ലിറ്ററേച്ചറും കാര്യങ്ങളൊക്കെ വായിച്ച് റീഡ് ചെയ്തെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഈ ഇംപ്ലാന്റ്, കാരണം നമ്മൾ ഇംപ്ലാന്റ് വെക്കുന്ന ഫ്രാക്ചർ സർജറിക്ക് എന്ന് പറഞ്ഞാൽ ഫ്രാക്ചർ കൂടാൻ വേണ്ടിയിട്ടാണ്. ഫ്രാക്ചർ കൂടിക്കഴിഞ്ഞ ഉടനെ നമ്മൾ ആ ഇംപ്ലാന്റ് എന്നാ പിന്നെ അങ്ങ് ഊരിയേക്കാന്ന് വെച്ചു. ആ പേഷ്യൻസിൽ നമ്മൾ ആ ഇംപ്ലാന്റ് ഊരി കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആയിട്ടുള്ള റാഷും ചൊറിച്ചിലും എല്ലാം അതോടുകൂടി സ്റ്റോപ്പ് ചെയ്യും.
അതുപോലെ ഒരു സംശയം പല ആൾക്കാരും അതുകൊണ്ട് ഈ സെറാമിക് എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇംപ്ലാന്റ് കമ്പനി ക്ലെയിം ചെയ്യുന്നതെന്ന് പറയുന്നത് ഹൈപ്പോ അലർജനി, അതിന് അലർജിയെ ഉണ്ടാകത്തില്ലെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. സർ, പലരും ഒരു ചോദിച്ചു കാണുന്ന ഒരു സംശയമാണ്, ഇപ്പം ഇതുപോലൊരു മെറ്റൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ MRI എടുക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ സ്കാനിങ് ഉണ്ടല്ലോ, മെറ്റൽ സ്കാനിങ് ഡിറ്റക്ടേഴ്സിൽ, അതിൻ്റെ പിന്നെ പ്രശ്നങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാമോ? ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇംപ്ലാന്റ്സ് മെറ്റൽസ് തന്നെയാണ്. അതുകൊണ്ട് എയർപോർട്ട് സ്കാനിങ്, എയർപോർട്ട് ഡിറ്റക്ഷൻ, നമ്മൾ ഏത് എയർപോർട്ടിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും നമ്മൾ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ്സ് കൊടുക്കാറുണ്ട് സർജറി ചെയ്യുന്ന പേഷ്യൻസിന്. അപ്പോൾ ഇതെല്ലാം മെറ്റൽ ഡിറ്റക്ടറിൽ പിടിക്കുന്നതാണ്. എല്ലാം പിടിക്കും, കാരണം എല്ലാം മെറ്റൽസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഡോക്ടേഴ്സ് എല്ലാവരും സർട്ടിഫിക്കറ്റ്സ് എല്ലായിടത്തും കൊടുക്കും. പേഷ്യന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ സർട്ടിഫിക്കറ്റ് ആയിട്ട് കൊടുക്കും എല്ലാവർക്കും. എന്ന് വെച്ചാൽ ബോഡിയിൽ ഇങ്ങനെ ഒരു ഇംപ്ലാന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളത് കൊടുക്കും. ഇവർക്ക് ഭാവിയിൽ MRI എടുക്കുന്നത് എങ്ങനെയാണ്? പക്ഷേ ചില കമ്പനീസ് മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ക്ലെയിം ചെയ്യും, എന്ന് വെച്ചാൽ ഇന്ന മെറ്റൽ ഇട്ട് കഴിഞ്ഞാൽ MRI എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പം ഫോർ എക്സാമ്പിൾ കൊബാൾട്ട് ക്രോമിയം അലോയ് ഇട്ട് കഴിഞ്ഞാൽ MRI എടുക്കാൻ പറ്റത്തില്ല, ടൈറ്റാനിയം ഇട്ട് കഴിഞ്ഞാൽ MRI എടുക്കാം. അപ്പം നിങ്ങൾ ടൈറ്റാനിയം ഇംപ്ലാന്റ് കുറച്ചുകൂടെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. പക്ഷേ എനിക്കത് ട്രൂ ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 95% ഓഫ് ദ പേഷ്യൻസ് കൊബാൾട്ട് ക്രോമിയം അലോയ് നമ്മൾ യൂസ് ചെയ്യുന്ന അവർക്കെല്ലാവർക്കും നമ്മൾ MRI എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു പ്രശ്നമില്ല. എന്ന് വെച്ചാൽ റെഗുലർ MRI 1.5 ടെസ്ല ആയിട്ടുള്ള MRI നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും ബ്രെയിൻ MRI എടുത്തിട്ടുണ്ട്, സ്പൈൻ MRIകൾ എടുത്തിട്ടുണ്ട്, ഹാൻഡ് MRI, ഷോൾഡർ MRI എല്ലാം എടുത്തിട്ടുണ്ട്. അവരെല്ലാവരും ഇത് ഇട്ടിട്ടുള്ളവരും കൂടിയാണ്.